അപ്പോൾ ഇതാണ്ട് നമ്മുടെ നെല്ലിക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് നെല്ലിക്ക നമുക്ക് കിട്ടി. അപ്പോൾ അത് കൊണ്ട് നമ്മൾ ഒരു ശർക്കര നെല്ലിക്ക ഉണ്ടാക്കാൻ പോവാണ്. ഓക്കെ, അപ്പം അതുണ്ടാക്കുന്ന രീതി ഞാൻ സ്വന്തമായിട്ടൊരു സെറ്റപ്പ് ചെയ്യുകയാണ്, ആദ്യമായിട്ട് ചെയ്യുകയാണ്. അപ്പോൾ അതൊന്ന് കാണിക്കാൻ വേണ്ടിയാണ്. ആദ്യം നമ്മൾ നെല്ലിക്ക എല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നെല്ലിക്ക നമ്മൾ ഇതുപോലെയുള്ള ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ട് നമ്മൾ ഇതിനെ ആവി കയറ്റിക്കാൻ പോവുകയാണ്. ആവി കയറ്റി നമുക്ക് ഇതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് പുഴുങ്ങിയെടുക്കാം. ആവി കയറ്റാൻ പോകാം. അപ്പോൾ നമ്മൾ ആവി കയറ്റുന്ന പാത്രത്തിൻ്റെ ഉള്ളിൽ ആദ്യം കുറച്ച് വെള്ളം നിറച്ചതിന് ശേഷം നമ്മുടെ കണ്ണാരം പാത്രം വെച്ചിട്ട് അതിനുള്ളിലേക്ക് നെല്ലിക്ക ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ നമ്മുടെ ഇഡ്ഡലി പാത്രം എടുത്ത് ഇതുപോലെ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അത് ഒന്ന് ജസ്റ്റ് ഒന്ന് പുഴുക്കിയെടുക്കാം. അപ്പം ഒരു 10 മിനിറ്റാണ് നമ്മൾ അത് പുഴുങ്ങാനായിട്ട് വെക്കുന്നത്. അതിന് ശേഷം ഇതുപോലെ ആവി കയറ്റാൻ വയ്ക്കുന്ന ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഒരു നാടൻ കുറച്ച് കാന്താരി മുളകും കൂടെ ആഡ് ചെയ്യുവാണേ. ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ഒന്ന് ഇട്ട് ആവി കയറ്റുകയാണ്. നെല്ലിക്ക ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ശർക്കര നമുക്കൊന്ന് പാനിയാക്കി എടുക്കാം. ഇത് നമ്മുടെ നരിയാപുരത്ത് പിന്നെ ശർക്കര ഉണ്ടാക്കുന്നിടത്തു നിന്ന് നമ്മൾ നേരിട്ട് വാങ്ങിയ ശർക്കരയാണ്. നല്ല ശർക്കരയാണ്. ഇത് ഉണ്ട ശർക്കര പോലല്ല, ഒരു ചെറിയ ലൂസ് പോലെ നമുക്ക് ടിന്നുകളിലാക്കി തന്നെ കിട്ടുന്നതാണ്. ഇത് 2 കിലോ ശർക്കരയാണ് നമ്മൾ മേടിച്ചത്. ഈ മാസം ആദ്യം മേടിച്ചതാണ്. 300 രൂപയ്ക്ക് 2 കിലോ ശർക്കര എന്ന് പറയുകയാണ് അവിടെ നമ്മൾ മേടിച്ചത്. അപ്പോൾ ഈ ശർക്കരയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അവിടെ തന്നെ കരിമ്പ് കൃഷി ചെയ്ത് അതിൽ നിന്ന് അന്നേരം തന്നെ ആട്ടി നമുക്ക് തരുന്നതാണ്. നമ്മുടെ കൺമുന്നിൽ വെച്ചുണ്ടാക്കുന്ന സാധനമാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും വില കൊടുത്തിട്ട് ഈ സാധനം വാങ്ങിയത്. അപ്പം ഇതുകൊണ്ട് നമ്മൾ ഒന്ന് ശർക്കര പാനിയാക്കാൻ പോവുകയാണ്. ഓൾറെഡി അതൊരു എന്താ പറയുന്ന ഒരു ജ്യൂസി ആയിട്ടിരിക്കുന്ന ഒരു ടൈപ്പാണ്. നമുക്കിതിനെ ഒന്ന് പാനി പോലെയാക്കി എടുക്കണം. ഓക്കെ, ശർക്കര ദാണ്ട ഈ ഒരു രീതിയിലാണ് ഇരിക്കുന്നത്. നമുക്ക് ആ കുപ്പിയിൽ നിന്ന് ഇങ്ങനെ സ്പൂണിട്ട് ചുരണ്ടി എടുക്കണം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ശർക്കര നമുക്ക് ഉള്ളത്. ഇതിനെ നമ്മൾ പാനിയാക്കാൻ പോവുകയാണ്. കണ്ടോ, നമുക്ക് ഏകദേശം ഒരു 250 ഗ്രാം ശർക്കരയോളം നമ്മളിതിൻ്റെ അകത്ത് പാനിയാക്കാൻ വേണ്ടി എടുക്കുകയാണ്. ഇപ്പോൾ ദാണ്ട് നമ്മൾ ഏകദേശം ഇത്ര ശർക്കര എടുത്തിട്ടുണ്ട്. ഇതിനെ നമ്മൾ ശകലം വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇതിനെ ഒന്ന് ചൂടാക്കി ഒന്ന് കുറുക്കിയെടുക്കണം. നമ്മൾ അത്രയും ശർക്കരയ്ക്കുള്ളിലേക്ക് നമ്മൾ ഏകദേശം 1 ലിറ്ററിനടുത്ത് വെള്ളം ചേർത്തിട്ടുണ്ട്. വെള്ളം ചേർത്തതിന് ശേഷം നല്ല രീതിയിൽ അതിനെ ഒന്ന് വെള്ളവുമായിട്ട് മിക്സാക്കി എടുക്കുക. അതിന് ശേഷം നമ്മളിതിനെ തിളപ്പിച്ച് ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ട്. നമ്മുടെ നെല്ലിക്കയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് നമുക്ക് നോക്കാം. ആ ഒരു കാന്താരിയും നമ്മുടെ നെല്ലിക്കായും കൂടെ ആ വെന്തട്ട് ഉള്ളൊരു സ്മെല്ല് വരും. നല്ല മുക്കിലോട്ട് കയറും. അപ്പോൾ നമ്മുടെ നെല്ലിക്ക ഒരു യെല്ലോ ഷെയ്ഡിലോട്ട് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിനെ മാറ്റി വെച്ചിട്ട് നമ്മുടെ ശർക്കര അടുപ്പത്തോട്ട് കയറ്റാം. നമ്മുടെ ശർക്കര നമ്മൾ അടുപ്പിൽ കയറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിനെ ഇങ്ങനെ ചൂടാക്കുന്ന രീതി നേരം ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇളക്കി അടി പിടിക്കാതെ ഇളക്കി കൊടുത്ത് അതിനെ പറ്റിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ അതിൻ്റെ പ്രോസസ്സിങ്ങിലോട്ട് പോവുകയാണ്. കുറച്ച് സമയം എടുക്കുന്ന പരിപാടിയാണ്. ഇനി നമുക്ക് ഈ നെല്ലിക്ക ഒന്ന് തണുക്കാൻ വയ്ക്കണം. തണുക്കാനെന്ന് പറഞ്ഞാൽ ഫ്രിഡ്ജിലല്ല, ഇതിൻ്റെ നോർമൽ ടെമ്പറേച്ചറിലേക്ക് മാറാനും കണ്ട് വയ്ക്കുക എന്നുള്ളതാണ്. അതിനുശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം. ഓക്കെ, ഒരു വെറൈറ്റി കിട്ടുന്നതിന് വേണ്ടി നമ്മൾ അതിലേക്ക് ഒരു ശകലം കുരുമുളകിൻ്റെ പൊടി കൂടി ആഡ് ചെയ്യുകയാണ്. നമ്മുടെ ഒരു രീതി വെച്ച് നമ്മൾ നോക്കുക. കൈ കിട്ടുന്നതൊക്കെ അങ്ങ് ഇട്ട് നോക്കാം എന്താകുമെന്ന്. ലാസ്റ്റിലേ ഒന്ന് നോക്കാം. കുരുമുളകിൻ്റെ ഒരു ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ഇട്ടത് ശർക്കരയ്ക്കകത്തേക്ക്. അപ്പം ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടും എന്നുള്ള വിശ്വാസത്തിലിട്ടോ. 1 സ്പൂണ് ഫുള്ള് ഇട്ടിട്ടുണ്ട്. ഒരു 3-4 ഗ്രാമ്പും അതുപോലെ അതിൻ്റെ മസാല കൂട്ടുകൾക്കകത്തു നിന്ന് കിട്ടുന്ന കുറേ സുഗന്ധവ്യഞ്ജനങ്ങളും കൂടെ നമ്മൾ ഇതിനകത്തോട്ട് ഇടുക കേട്ടോ. അപ്പോൾ നമ്മുടെ നെല്ലിക്കായ്ക്ക് ഏകദേശം നല്ല വലിപ്പമായതുകൊണ്ട് നമ്മൾ ഈ കാണുന്ന ഒരു ഭരണിയിൽ ഇതെല്ലാം കൂടെ പറ്റത്തില്ലായിരുന്നേ. അപ്പോൾ അതിന് നമ്മൾ എല്ലാം പീസാക്കി ഈ വലിപ്പത്തിലുള്ള പീസുകളും ഇതിൻ്റെ ചെറുതായിട്ടുള്ള പീസുകളാക്കി. ഇനി ഇതാണ് നമ്മൾ ശർക്കരപ്പാനി ഇതിലേക്ക് ഒഴിക്കാൻ പോകുന്നത്. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ഇതിലേക്ക് ഒഴിക്കാൻ പോവുകയാണ്. നമ്മുടെ ശർക്കരപ്പാനി കണ്ട ഇതാണ്. ഏകദേശം ഒന്ന് ചെറുതായ രീതിയിൽ പറ്റിച്ചിട്ട് എടുത്തിട്ടുണ്ട്. പൂർണ്ണമായിട്ടും പറ്റിച്ചെടുത്തിട്ടില്ല. നമ്മൾ അത് ഇതിനുള്ളിലേക്ക് ഒഴിക്കുകയാണ്.
കാന്താരി മുളകും സംഭവങ്ങളെല്ലാം കൂടെ ഇതിലേക്ക് ഒന്ന് ഇട്ടിട്ടുണ്ട്. ഏകദേശം ഇത്രയും വെള്ളത്തോളം ഉണ്ട്. നമുക്ക് ഇടയ്ക്ക് കുറച്ചുകൂടെ ഒന്ന് സെറ്റാക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.